ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ K. ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷൽസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിദിന സെയ്ഷൽസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശന വേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ദേശീയ സെൻസസ് 2027ന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഫലപ്രഖ്യാപനം നടത്തും. cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി K. മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള
19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. ഒരു മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചെന്നൈയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ്പ് വെർദെയും നോക്കൌട്ട് റൗണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കെല്ലറുടെ 147ാമത് ജന്മദിനവും പുതിയറ SK പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PK ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുള്ള സെയ്ദ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRTയുടെ പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.